മലയാളം ഫിലിം ഇൻഡസ്ട്രി ഈ വർഷം ഒരു സീക്വൽസിൻ്റെ വർഷമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആട് 3 വന്നു, വാഴ 2 വന്നു, ദൃശ്യം 3 ഇനിയിപ്പോൾ വരാൻ പോകുന്നു. അപ്പോൾ അതേപോലെ മറ്റൊരു സീക്വൽ മൂവി കൂടി ഇന്നലെ റിലീസാവുകയുണ്ടായി. ഫസ്റ്റ് പാർട്ട് തിയേറ്ററിൽ അത്ര വലിയ സക്സസ്ഫുൾ ഒന്നും ആവാതെ ഒരു ഫ്ലോപ്പായി പോയ മൂവിയുടെ സീക്വലാണ് വന്നത്. കാരണം ഈ മൂവി ഫസ്റ്റ് പാർട്ട് തിയേറ്ററിൽ ഫ്ലോപ്പായ ശേഷം OTT റിലീസിന് ശേഷം ഒരു വലിയ ഹിറ്റ് ആവുകയുണ്ടായി. അപ്പോൾ അത് കാരണം അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് തന്നെ റിലീസ് ആവുകയുണ്ടായി. സോ ഐ ഡിസൈഡ് ടു ഗിവ് ഇറ്റ്. സോ ലെറ്റ്സ് ജസ്റ്റ് റിവ്യൂ ഭരതനാട്യം 2 മോഹിനിയാട്ടം. അപ്പോൾ ഈ പടത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് ഭരതനാട്യം എന്നുള്ളത് ഒരു കോമഡി ഫീൽ ഗുഡ് ഫിലിമായിരുന്നു. അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ, ഫാമിലിയായിട്ട് കണ്ടിരിക്കാൻ പറ്റിയ ഒരു ബ്രീസി കോമഡി ഫിലിമായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെടുകയും ചെയ്തു. ആഫ്റ്റർ OTT റിലീസാണ് കണ്ടത്, തിയേറ്ററിലല്ല. രണ്ടാമത്തെ ഭാഗം വരുമ്പോൾ, അതായത് ഇപ്പോൾ ഈ മോഹിനിയാട്ടത്തിലേക്ക് വരുമ്പോൾ സംഭവം കുറച്ച് ചേഞ്ച് ഉണ്ട്. അപ്പോൾ ആ ഒരു സെയിം ജോണറിലല്ല ഈ പടം വരുന്നത്, പകരം ഒരു ഡാർക്ക് കോമഡി ആയിട്ടാണ് പടം വരുന്നത്. ഇപ്പോൾ ഡാർക്ക് കോമഡി എന്ന് പറയുമ്പം സ്ക്രീനിൽ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ കാണിക്കും, ഒരുപാട് നെഗറ്റീവ് സംഭവങ്ങളൊക്കെ നടക്കും, പക്ഷെ നമുക്കത് കോമഡി ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു ജോണർ ടൈപ്പ് ഓഫ് പടമാണ്. അപ്പോൾ ആ ഒരു ജോണേഴ്സ് എൻജോയ് ചെയ്യുന്നവരാണെങ്കിൽ ഒരുപാട് എൻജോയ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പടമാണ്. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു ഈ പടം ഇന്നലെ. അപ്പോൾ പടം കാണുമ്പോൾ തുടക്കത്തിൽ കുറച്ചൊരു ഹാഫ് ആൻ അവർ ഒന്ന് ബിൽഡ് ചെയ്ത് വേറെ സമയം എടുക്കുന്നുണ്ട്. പിന്നെ ഇതൊരു പാത്രയ്ക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ പടം കഴിയുന്നവരുടെ ഒറ്റ പോക്കാണ്. എന്ന് വെച്ചാൽ ഒരുപാട് ചിരിക്കാനുള്ള സംഭവം വരുന്നുണ്ട്. ഇപ്പോൾ ഡയലോഗ്സിലാണ് മേജറായിട്ട് ഈ പടത്തിലെ കോമഡീസ്. അപ്പോൾ ഒരുപാട് കൗണ്ടർ ഡയലോഗ്സും ഒരുപാട് ഡയലോഗ്സ് വരുന്നുണ്ട് പടത്തിൽ. എല്ലാം എൻജോയ് ചെയ്യുന്ന ലെവലിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഈ പടത്തിൽ പാർട്ട് 1 അപേക്ഷിച്ച് കുറച്ച് അഡീഷണൽ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ സുരാജ് വെഞ്ഞാറമൂട് വരുന്നുണ്ട്, ജഗദീഷ് വരുന്നുണ്ട്, വിനയ് ഫോർട്ട് വരുന്നുണ്ട്. ഇവർക്കൊക്കെ ഒരുപാട് വലിയ റോളൊന്നുമില്ല, ചെറിയ ചെറിയ റോളുകളാണ്. പക്ഷെ ഉള്ള റോളുകളൊക്കെ അവരങ്ങ് അടിച്ച് തകർത്തിട്ടുണ്ട്. ഇപ്പോൾ എസ്പെഷ്യലി വിനയ് ഫോർട്ടിനൊക്കെ ലാസ്റ്റ് വരുന്ന കുറച്ച് ഡയലോഗ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ അടിപൊളിയായിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ചിരിച്ച് ഒരു ലെവലായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട പെർഫോമൻസ്, ഇപ്പോൾ ഒരു പുതിയ കാസ്റ്റ് കൂടി ഇതിലേക്ക് വരുന്നുണ്ട്. ബേബി ജീനെ അവതരിപ്പിച്ചൊരു ക്യാരക്ടറുണ്ട്. ആളുടെ ചില മാനറിസം, ഇപ്പോൾ സംസാരിക്കുന്ന രീതി, അപ്പോൾ അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആളാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇതിലൊരു MVP എന്ന് പറഞ്ഞാലോ പടത്തിൻ്റെ ഒരു മെയിൻ ആക്ടർ. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് ബേബി ജീനാണെന്ന് തോന്നുന്നു ഈ പാർട്ട് 2-ൻ്റെ. പിന്നെ സ്ഥിരം കാസ്റ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ പാർട്ട് 1-ലുള്ള കാസ്റ്റുകളെല്ലാം തന്നെ ഇതിലുണ്ട്. അവരെല്ലാവരും നല്ലപോലെ തന്നെ വീണ്ടും ആക്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. നമുക്കിങ്ങനെ കണ്ടിരിക്കാൻ പറ്റിയ പടമില്ല. എന്ന് വെച്ചാൽ എവിടെ ഒരു ലാഗോ അങ്ങനെയൊന്നും ഈ പടത്തിൽ വരുന്നില്ല. ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈനർ. ഇപ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ഒരു എൻ്റർടൈനർ. ഇപ്പോൾ ഞാനിപ്പോൾ ലൈക്ക് ചിരിച്ചവരായി. അപ്പോൾ അതാണ് ഡാർക്ക് ഹ്യൂമർ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു പടമായിരിക്കും ഈ മോഹിനിയാട്ടം എന്ന് പറഞ്ഞ പടം. ഫസ്റ്റ് പാർട്ടിൽ ഭരതൻ്റെ നാട്യമാണല്ലോ ഭരതനാട്യം. സെക്കൻഡ് പാർട്ടിൽ അതേപോലെ മോഹിനി എന്ന് പറഞ്ഞ ക്യാരക്ടർ വരുന്നുണ്ട്. അപ്പോൾ മോഹിനി എന്ന് പറഞ്ഞ ക്യാരക്ടർ ബേസ് ചെയ്തിട്ടാണ് പടം പോകുന്നത്. അത് ആരാണ് എന്താണെന്നൊക്കെ പറഞ്ഞാൽ സ്പോയിലർ ആകും. അപ്പോൾ അതുകൊണ്ട് അതിന് നിൽക്കുന്നില്ല. പിന്നെ മ്യൂസിക് ആണെങ്കിലും അത്യാവശ്യം സബ്റ്റിലായിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. അല്ലാണ്ട് ലൈക്ക് ലൗഡോ അല്ലെങ്കിൽ നമ്മളങ്ങനെ അരോചകമായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് ഗുഡ്. അങ്ങനെ മൊത്തത്തിൽ കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു കോമഡി ഫിലിമാണ്. ഈവൻ കോമഡി ഫിലിം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പുകവലി ആ സംഭവം പറയുന്നത് തന്നെ നല്ല കോമഡി ആയിട്ടാണ് തുടക്കത്തിൽ. അപ്പോൾ ആ ലെവലിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതൽ തന്നെ പടം നല്ലൊരു ഫ്ലോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് ഈ പടത്തിന് പോവുക. കാരണം എന്നാൽ മാത്രം അത്രത്തോളം ക്യാരക്ടേഴ്സ് എന്താണ് എന്നുള്ളതിനെ പറ്റി മനസ്സിലാവുള്ളൂ. ഇപ്പോൾ റീക്യാപ്പൊക്കെ ഈ പടത്തിൻ്റെ താങ്ക്സ് കാർഡ് തന്നെ പറയുന്നുണ്ട്. പക്ഷേ ആ റീക്യാപ്പ് കണ്ടിട്ട് പടം കണ്ടാൽ അതിൻ്റെ ഒരു ഫുൾ എൻജോയ്മെൻറ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പടം കാണുന്നവർ ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് കണ്ട ശേഷം പോകും, അതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ മനസ്സിലാവുകയൊന്നുമില്ല, പക്ഷെ എന്നാൽ പോലും ആ ഒരു ക്യാരക്ടേഴ്സിനെ മനസ്സിലാക്കില്ല. നമുക്ക് ആ ഒരു ക്യാരക്ടർ ഗ്രോത്ത് നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് പോവുക. എനിക്ക് ഔട്ട് ആൻഡ് ഔട്ടായിട്ട് ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്ത ഫിലിമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ചിരിച്ച പടം, ഈ വർഷം ഏറ്റവും കൂടുതൽ ചിരിച്ച പടമാണ് മോഹിനിയാട്ടം. ഐ വുഡ് ഹൈലി റെക്കമെൻഡ് ഇറ്റ്. ഇറ്റ്സ് എ വെരി ഗുഡ് ഫിലിം. ഫസ്റ്റ് പാർട്ട് തിയേറ്ററിൽ ഫ്ലോപ്പായ അവസ്ഥ ഇതിനുണ്ടാവാതെ വിചാരിക്കാം. ഇതൊരു ഹിറ്റാവാൻ വേണ്ടി നോക്കാം. സോ ഐ റെക്കമെൻഡ് ഇറ്റ്. ഗോ ഫോർ ഇറ്റ്.